സൈക്കിളിന്റെ മാസ്മരികമായ ശബ്ദം. അല്ല, ആരായിരുന്നു? നമ്മുടെ ബഷീറല്ലേ? വരി, ഇരിക്കി, ഞാനൊരു ചായ എടുക്കാം. എന്തൊക്കെയാ ബഷീറെ വിശേഷം? ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരബലവുമായ ഒരു സുന്ദര കാലത്ത് ഞാൻ സൃഷ്ടിച്ച എന്റെ പ്രിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുവെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ കഥാപാത്രങ്ങൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഒരു ശബ്ദം? ദാ നോക്കി, ആരൊക്കെയാ വരുന്നതെന്ന്. നീല വെളിച്ചത്തിലെ കഥ വികസിപ്പിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ തിരക്കഥയെ ആശ്രയിച്ചുള്ള ഭാർഗവി നിലയം എന്ന മലയാള ചലച്ചിത്രം ഇറങ്ങിയത് 1964 സംവിധായകൻ എ വിൻസെന്റിന്റെ ആദ്യ ചിത്രമായിരുന്നു ഇത്. മലയാളത്തിൽ അവതരിപ്പിച്ച ആദ്യത്തെ പ്രേതകഥയായിരുന്നു ഭാർഗവി നിലയം. ആരും പേടിക്കണ്ട, ഇത് നമ്മുടെ ഭാർഗവിക്കുട്ടിയാ. വരൂ ഭാർഗവിക്കുട്ടി. ബഷീർ എഴുതിയ മറ്റൊരു നോവലാണ് എന്റെ ഉപ്പാപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു കടന്നാക്രമണമായി ഈ നോവൽ മാറുകയുണ്ടായി. ഈ വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന ബഷീറിന്റെ വിഖ്യാതമായ പദപ്രയോഗം ഈ നോവലിലാണുള്ളത്. തങ്ങളുടെ കുറവുകൾ മറയ്ക്കാൻ വേണ്ടി ആളുകൾ തങ്ങളുടെ പോയകാല പ്രതാപത്തെക്കുറിച്ച് ഊറ്റമുള്ളതിനെ കളിയാക്കാനായാണ് ബഷീർ എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന പേരിലൂടെ ശ്രമിക്കുന്നത്. റബ്ബുളലമീനായ തമ്പുരാനെ, നിക്കാഹ് കഴിക്കാൻ പോണ പെണ്ണാണ് ഈ കാഫ്രീങ്ങളുടെ കൂടെ സൊറ പറഞ്ഞിരിക്കണ്. എന്റെ കുഞ്ഞത്താച്ചുമ്മ, അവർ സ്വതന്ത്രമായി നടക്കട്ടെ. കാലമൊക്കെ മാറിയില്ലേ? ഇത് കണ്ടാ, ഇതാണ് ഭാഗ്യമറക്. ചുമ്മാ ഉണ്ടാകുമോ? ഇവളെ ആനമക്കാരിന്റെ പുന്നാരമോളാ. എന്റെ ഉപ്പാക്കേ ഒരു ആനയുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. ഒരു ചുമ്മാതിരുമ്മ ഈ പയമ്പുരാണം. അഞ്ചു ഉപ്പാന്റെ വലിയ കൊമ്പനാന വെറും കുയ്യാനാന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ബഷീർ എഴുതിയ കഥ ഞങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്. ഓ, ഒരു കുയ്യാന, അത് അസലുള്ള ആനയായിരുന്നു. പിന്നെ എന്റെ ആനയെ കുറ്റം പറയുന്ന കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞു പാത്തൂന്റെ നിക്കാഹ് നടക്കും. ഇവളെ ആനമക്കാരിന്റെ പുന്നാരമോളാ. എന്റെ ഉപ്പാക്കേ ഒരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. നിങ്ങളിവിടെ ഇരിക്കുമ്മ, ഇവർക്കൊക്കെ പറയാനുള്ളത് നിങ്ങൾക്കും കേൾക്കല്ലേ? ദാ ഉമ്മ ചായ. മണ്ടൻ മുത്തപ്പ, ഉച്ചിട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ. പോക്കറ്റടി അത്ര മോശം കളിയല്ല എന്നും എന്നാൽ സ്ത്രീകൾ അത് ചെയ്യുന്നത് തെറ്റുണ്ടെന്നുമാണ് മുത്തപ്പയുടെ വിശ്വാസം. സൈനബയുടെ സഹായത്തോടെ മുച്ചിട്ടുകളിൽ വിജയിച്ച മുത്തപ്പയ്ക്കൊടുവിൽ അവളെ സ്വന്തമാക്കാനും സാധ്യമായി. സൈനബ, മുച്ചിട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായികാ കഥാപാത്രം. ഒറ്റക്കണ്ണൻ പോക്കറുടെ ഓമന മകളാണ് സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥയുമായ സൈനബ. മണ്ടൻ മുത്തപ്പയെ മുച്ചീട്ടുകളിൽ ജയിപ്പിച്ചത് സൈനബയുടെ ബുദ്ധിയാണ്. ഒറ്റക്കണ്ണൻ പോക്കർ, ഉച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ പോക്കർ. മുച്ചിട്ടുകളിയിൽ അടിയറവ് പറഞ്ഞ പോക്കറിനെ ഒടുവിൽ ഒരു പോംവഴിയുമില്ലാതെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണ്. എന്നെ അറിയുമോ ഉമ്മ? ഞാൻ സൈനബ, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. ഞമ്മന്റെ പാപ്പ മുച്ചീട്ട് കളിച്ചും പല ജോലികൾ ചെയ്തും കുറെ കാശുണ്ടാക്കി. എന്തിനാണെന്നോ? നമ്മെ നിക്കാഹ് കഴിപ്പിക്കാൻ. എന്നിട്ട് നമ്മൾ കെട്ടിയതോ പാപ്പ മണ്ണെ മുത്തപ്പാനെ വിളിച്ച് ആക്ഷേപിക്കുന്ന മുത്തപ്പാന്. പക്ഷേ ബാപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിലും സൈനബയ്ക്ക് മുത്തുപ്പാനയ്ക്ക് സൈനബയും പെരുത്തിഷ്ടമായിരുന്നു. ആനമാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻകുരിശ് തോമ. മിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ? പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് തോമ. അങ്ങനെയാണ് പൊൻകുരിശ് തോമ എന്ന പേര് കിട്ടിയത്. ഇൻസ്പെക്ടർ കടുവാമാത്തൻ പൊൻകുരിശ് തോമയോട് ചോദിച്ചു, ഒരു സത്യക്രിസ്ത്യാനിയായ നീ എന്തിനെ ഈ പാപം ചെയ്തു? ഈ പൊൻകുരിശ് എന്തിന് നീ മോഷ്ടിച്ചു? തോമ പറഞ്ഞു, കർത്താവായ യേശു മിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ?
പള്ളിക്കെന്തിനാ പൊൻകുരിശ് യജമാനെ? തോമയുടെ ചോദ്യം കേട്ട് ഇൻസ്പെക്ടർ കടുവാമാത്തൻ തരിച്ചു നിന്നുപോയി. വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച പ്രശസ്ത നോവലുകളിലൊന്നാണ് മതിലുകൾ. മലയാളത്തിലെ പ്രശസ്തമായ ഒരു പ്രേമകഥയാണ് ഇത്. രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ബഷീർ അവിടെ നേരിടുന്ന ചില അനുഭവങ്ങളാണ് ഈ ലഘു നോവലിൽ ആവിഷ്കരിക്കുന്നത്. ജയിലിലെ ഒരു മതിലിനപ്പുറത്തുള്ള നാരായണി എന്ന സ്ത്രീയുമായി അദ്ദേഹം പ്രണയത്തിലാവുകയും എന്നാൽ അതൊരിക്കലും സഫലമാകാതെ പോവുകയും ചെയ്യുന്നു. ഒരു നഷ്ടപ്രണയത്തിന്റെ വേദനയാണ് നോവൽ നമുക്ക് പകർന്നു തരുന്നത്. പേര് പറഞ്ഞില്ലല്ലോ. സുന്ദരമായ പേര്. വയസ്സ്? സുന്ദരമായ വയസ്സ്. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? സാറാമ്മ. പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണിത്. കേശവൻ നായരുടെ പ്രേമഭാജനമായ സാറാമ്മ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ആ പൂവ് നീ എന്ത് ചെയ്തു? ഏതു പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ആ പൂവ്. ഓ, അതോ? അതെ, അതെന്ത് ചെയ്തു? തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന്? ചവിട്ടി അരച്ചു കളഞ്ഞോ എന്നറിയാൻ. കളഞ്ഞെങ്കിൽ എന്ത്? ഓ, ഒന്നുമില്ല. അതിന്റെ ഹൃദയമായിരുന്നു. പാത്തുമ്മ. പാത്തുമ്മയുടെ ആട് എന്ന നോവലിലൂടെ ബഷീർ പ്രസിദ്ധയാക്കിയ കുടുംബസ്നേഹിയായ മൂത്ത സഹോദരി. ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയ കഥാപാത്രം. ഞാൻ പാത്തുമ്മ, ബഷീറിന്റെ പെങ്ങള്. ഇതെന്താ ആട്? ഇതിന് ആർക്കും കണ്ടുകൂടാ. ഇതെല്ലാം കട്ടുന്നത്ര. എന്നെ എനിക്കിതിനെ പെരുത്തിഷ്ട. ഈ ആട്ടുംപാല് വീട്ടിട്ട് 5-6 ആള് കഴിയുന്നത്. എന്നെ എല്ലാരും കൂടി ഒന്ന് പാല് കെട്ടി കുടിക്കും. ഇവനെന്താ ചെയ്യാ? മജീദ്. ബാല്യകാലസഖി എന്ന നോവലിലെ നായകൻ. ഒന്നും ചേർന്നാൽ ഇമിനി വലിയ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരം കണ്ടെത്തുന്നത്. വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കഥാപാത്രമാണിത്. സുഹറ. ബഷീറിന്റെ ബാല്യകാല സഖിയിലെ നായികയാണ് സുഹറ. നായകൻ മജീദിന്റെ അയൽക്കാരിയും പഠിക്കാൻ മിടുക്കിയുമായ സുഹറ ദാരിദ്ര്യത്താൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരികയാണ്. മലയാള സാഹിത്യത്തിലെ തന്നെ പ്രിയപ്പെട്ടതും അതേസമയം നൊമ്പരമുണർത്തുന്നതുമായ ഒരു സ്ത്രീ രൂപമാണ് സുഹറ. അതിനെ ഒന്നും എത്രയാ? നീ വലിയൊന്നാ. പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈകിളിയിൽ പങ്കുതങ്കുള്ളോളെ പങ്കുതങ്കുള്ളോ. എട്ടുകാലി മമ്മൂഞ്ഞ്. നാട്ടിൽ എന്തു നടന്നാലും അതിന്റെ ആള് നമ്മളാണ് എന്ന് അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂഞ്ഞി സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ്. ഈ സ്വഭാവ സവിശേഷത പിൽക്കാലത്ത് പൊതുവായ കാര്യങ്ങളിലെ ഒരു വിശേഷണമായി പ്രയോഗിക്കപ്പെടുന്ന തരത്തിൽ വളർന്നു. അല്ല, സംഗതി അറിഞ്ഞ ഒച്ച വെക്കരുത് എന്ന്. ഏത് പോലീസ് മൂരാച്ചിയാണാ ഒച്ച വെക്കരുതെന്ന് പറഞ്ഞത്? നമ്മൾ ഒച്ച വെക്കും, ഇനിയും വെക്കും. അതല്ലാന്ന്, ഇത് നമ്മളെ വൃത്തിയാക്കണ പരിപാടിയാണ്. നമ്മളെ കടുവാക്കുയി ഒച്ച വെക്കരുത് പരിപാടി പോയി വൃത്തിയാക്കാൻ പോണെന്ന് നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞിക്കണേ. ഏയ് മണ്ട, ഒച്ച വെക്കരുത് എന്നല്ല, അത് സ്വച്ഛ അതുവരെ ഞാൻ പറഞ്ഞു കൊടുക്കണം.